നമസ്കാരം, എല്ലാവർക്കും റിവ്യൂ മാസ്റ്ററിലേക്ക് സ്വാഗതം. കണ്ടന്റ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണനയിലെടുക്കുക. L365 എൽ എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പം കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും അറിയാം എൽ ബ്രാൻഡ് അല്ലെങ്കിൽ മോഹൻലാൽ ലാലേട്ടൻ 365ാമത്തെ സിനിമ. എന്ത് എക്സ്പീരിയൻസ് ആണ് ഉള്ളതെന്ന് ആലോചിക്കുക. 365 ചിത്രങ്ങൾ. എനിക്ക് മമ്മൂട്ടി മോഹൻലാലും ചെയ്ത ചിത്രങ്ങൾ ഇനി ഒരു നടന്മാർ ഇനി എത്ര കിടഞ്ഞ് ശ്രമിച്ചാലും പറ്റത്തില്ല. കാരണം അന്നത്തെ കാലത്തൊക്കെ 38-40 സിനിമകളൊക്കെ ഒരു വർഷം അവർക്ക് ചെയ്യാൻ അവർക്ക് പറ്റി എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ വിജയങ്ങളായിട്ട് പോകുന്നത്. നമുക്കൊരു 10 സിനിമയോ അല്ലെങ്കിൽ 8 സിനിമയോ ഒന്നും കൂടുതൽ ചെയ്യാൻ പറ്റത്തില്ല. ഒരു വർഷമൊക്കെ 40 സിനിമകൾ 38 സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. അന്നേരം പറഞ്ഞു വരുന്നത് മോഹൻലാലിന്റെ L365 ഒരുപാട് വ്യത്യസ്തമായി മോഹൻലാൽ സ്ഥിരം ജോണറിൽ നിന്നൊക്കെ മാറി സ്ഥിരം ടീമിനോടൊപ്പം ഉള്ള കളികളൊക്കെ മാറ്റുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തരുൺ മൂർത്തിയോടുള്ള സിനിമ. അതിനുശേഷമുള്ള മോഹൻലാലിന്റെ സെലക്ഷൻ ഇപ്പോൾ ഹൃദയപൂർവ്വമാണെങ്കിൽ പോലും സബ്ജക്റ്റ് വൈസ് ഇച്ചിരി ഒന്നും മാറ്റി പിടിച്ചിട്ടുണ്ട്. കഥ കേൾക്കുന്നു. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇപ്പോൾ ഈ പറയുന്നത് L365യുടെ സംവിധാനം പുതുമുഖമാണ് ഓസ്റ്റിൻ. അദ്ദേഹം നടനായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്ന രതീഷ് രവിയാണ്. ആഷിഖ് ഉസ്മാനാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ. മോഹൻലാൽ പുതുമുഖങ്ങൾക്ക് ഡേറ്റ് കൊടുക്കുന്നു എന്ന് പറയുന്നൊരു വലിയ സംഭവമാണ്. കാരണം മോഹൻലാൽ കൂടുതലും വളരെ ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറിൽ വളരെ സെക്യൂറായിട്ട് നിന്ന് ഷൂട്ടിംഗ് ചെയ്യാൻ അല്ലെങ്കിൽ അതുപോലുള്ള ടീമിനൊപ്പം വർക്ക് ചെയ്യാനാണ് മോഹൻലാൽ ആഗ്രഹിക്കുന്നത്. പ്രിയദർശൻ, ഷാജി കൈലാസ്, മേജർ രവി, ബി ഉണ്ണികൃഷ്ണൻ, ഇങ്ങനെ വരുമ്പോൾ നല്ല വിജയങ്ങളും വരും, പരിപ്പൂട സിനിമകളും വരും. അത് ഇവരുടെ എല്ലാ സിനിമയ്ക്കകത്തും നോക്കി അന്നേരം നമ്മൾ വിചാരിക്കും ഇവർക്കെല്ലാം നല്ല സിനിമകൾ മാത്രമല്ല പരാജയത്താണ്. പക്ഷെ മോഹൻലാൽ പുതുമുഖങ്ങൾക്ക് അധികം ഡേറ്റ് കൊടുക്കാത്തൊരു നടൻ തന്നെയാണ്. അധികമില്ല, വളരെ അപൂർവമായിട്ട്. ഇപ്പോൾ റോഷൻ റൂസോ, മേജർ രവിയോ പോലെ 2-3 പേര് അല്ലെങ്കിൽ 3-4-5 പേര് മാത്രം മതിയോ. ബാക്കിയുള്ളവരൊക്കെ ഈ പറഞ്ഞ പോലെ മോഹൻലാൽ സേഫ് സോണിൽ നിന്ന് കളിക്കുന്ന ഒരാളാണ്. പക്ഷെ മോഹൻലാൽ അതെല്ലാം മാറ്റി L365 ഷൂട്ടിംഗ് തുടങ്ങുകയാണ്. ഡിസംബർ 5-ന് തൊടുപുഴയിലും മുംബൈയിലും മെയിൻ ലൊക്കേഷനാണ്. 90 ദിവസത്തോളം ഇതിൻ്റെ 3 മാസത്തോളം ഉണ്ട് ഇതിൻ്റെ ഷൂട്ടിംഗ്. ഡിസംബർ 5-ാം തീയതി തുടങ്ങി കഴിഞ്ഞാൽ ഏകദേശം 3 മാസം ഷൂട്ടിംഗ് ഉണ്ട്. ഏറ്റവും വലിയ പ്രത്യേകത ഒരുപാട് നാളിന് ശേഷം മോഹൻലാൽ താടി എടുക്കും എന്നുള്ളതാണ്. നല്ല മീശയായിട്ട് പോലീസുകാരനായിട്ടാണ് അതിനകത്ത്. അന്നേരം ബിനു പപ്പു ഉണ്ട്, നമ്മുടെ പ്രകാശ് വർമ്മ, നമ്മുടെ ഇതിനകത്തെ തുടരുന്നകത്തെ വില്ലൻ ക്യാരക്ടർ ചെയ്തതുകൊണ്ട് അന്നേരം ഒരു അടിപൊളി ടീമാണ്. അന്നേരം നല്ലൊരു സിനിമ പ്രതീക്ഷിക്കാം. കാരണം മോഹൻലാലിൻ്റെ ഒരു വർഷം എന്ന് നമ്മൾ പറയാം 2025 തന്നെ പൂർണ്ണമായിട്ടും മോഹൻലാൽ ഏറ്റെടുത്തൊരു വർഷം. അപ്പം ലോക എന്നുള്ള സിനിമ 300 കോടി കളക്ട് ചെയ്ത് മാറ്റി നിർത്തിയാൽ ഈ പറയുന്ന 200 കോടി 2 പടം തുടരും, ഹൃദയപൂർവ്വം സൂപ്പർ ഹിറ്റ്, ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ്, ഇങ്ങനെ എല്ലാം കൊണ്ടും മോഹൻലാൽ എല്ലാം കൊണ്ടും നിറഞ്ഞാടിയ വർഷം. അങ്ങനൊരു മറ്റു നടൻ 2025 ഇല്ല എന്നുള്ളതാണ്. 2026 അതിൻ്റെ തുടർച്ച എന്നുള്ള രീതിയിൽ ദൃശ്യം 3 വരുന്നുണ്ട്. അതിനോടൊപ്പം ഈ L365 വരുന്നുണ്ട്. L365 ഒക്കെ ഒരു ത്രില്ലർ ഗണത്തിൽ വരുന്ന സിനിമ ആയതുകൊണ്ട് തന്നെ പ്രതീക്ഷിക്കാം. മോഹൻലാൽ ഒരുപാട് നാളിന് ശേഷം പോലീസ് വേഷത്തിൽ വരുന്നു. ഒരു സൂപ്പർ ഹിറ്റ്, മെഗാ ഹിറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. നല്ല സിനിമയാകട്ടെ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, സ്ഥിരം ചെയ്യുന്ന ആൾക്കാരിൽ നിന്നൊക്കെ മോഹൻലാൽ പടം ചെയ്യുന്നു എന്ന് പറയുമ്പം തന്നെ വളരെ സന്തോഷമാണ്. കാരണം മമ്മൂട്ടി അതിൽ ഒരുപാട് വ്യത്യസ്തമാണ്. കാരണം മമ്മൂട്ടി ഒരുപാട് പരീക്ഷണങ്ങൾ പുതുമുഖ സമയമായിട്ട് 99% വിജയങ്ങളുമായിട്ടുണ്ട്. മോഹൻലാൽ പുത്തൻ സമയമായിട്ട് ചെയ്യാനാണ് വിമുഖത കാട്ടുന്നത്. സേഫ് സോൺ മാറ്റി പിടിക്കുമ്പം മോഹൻലാലിന് എപ്പോഴും നല്ല വിജയങ്ങൾ വരും. എന്തായാലും L365 ഒരു ഗംഭീര വിജയമാകട്ടെ. ഒരു മാസ് പോലീസ് കഥാപാത്രമായിട്ട് മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ബൈ.